അയാൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മോഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം മോഷൻ ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ബോഡി. ഒരു റെഫറൻസ് ബോഡീനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് വെൻ ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ റിലേറ്റീവ് ടു എ റെഫറൻസ് ബോഡി. ഒരു റെഫറൻസ് ബോഡീനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നാണ് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് എ റെഫറൻസ് ബോഡി. എന്താണ് റെഫറൻസ് ബോഡി? എ റെഫറൻസ് ബോഡി ഈസ് ദി ബോഡി യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ അനദർ ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ ഓർ അറ്റ് റെസ്റ്റ്. അപ്പോൾ റെഫറൻസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ആ ബോഡി വെച്ചിട്ടാണ് അതിൻ്റെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കുന്നത്. അടുത്ത വൈ ഈസ് മോഷൻ സേഡ് ടു ബി റിലേറ്റീവ്. എന്തുകൊണ്ടാണ് നമ്മൾ മോഷൻ റിലേറ്റീവ് ആണെന്ന് പറയാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് മോഷൻ ഡിപ്പെൻഡ് ഓൺ റെഫറൻസ് ബോഡി ചൂസൽ. കാരണം എന്താണ്? മോഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക? റെഫറൻസ് ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോഷൻ ഉണ്ടാവുക. അടുത്തത് ഗിവ് ആൻ എക്സാമ്പിൾ ഷോയിങ് മോഷൻ ഈസ് റിലേറ്റീവ്. അപ്പം മോഷൻ റിലേറ്റീവ് ആണെന്ന് പറയാൻ കാരണം, മോഷൻ റിലേറ്റീവ് ആണെന്ന് കാണിക്കുന്നതിന് ഒരു എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. ചിൽഡ്രൻ ഇൻ ജിയൻ വീൽ ആർ അറ്റ് റെസ്റ്റ് റിലേറ്റീവ് ടു ഈച്ച് അതർ ബട്ട് മൂവിങ് റിലേറ്റീവ് ടു ഗ്രൗണ്ട്. അപ്പം ഒരു കുട്ടി, ഒരു ജിയൻ വീലിലുള്ള 2 കുട്ടികൾ, ആ 2 കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അടുത്തടുത്ത് ഇരിക്കുന്ന 2 കുട്ടികളെ വെച്ച് നോക്കുമ്പം അടുത്തടുത്തുള്ള 2 കുട്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ റെസ്റ്റിലാണ്, അവർ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ഗ്രൗണ്ടിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് എ ജിയൻ വീൽ ഷോ. ഒരു ജിയൻ വീൽ എന്ത് ടൈപ്പ് മോഷനാണ് കാണിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. സർക്കുലാർ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് എ സ്വിങ് ഷോ. ഒരു സ്വിങ് എന്ത് ടൈപ്പ് മോഷനാണ് കാണിക്കുക? ഓസിലേഷനാണ്. അടുത്തത് ഡിഫൈൻ ലീനിയർ മോഷൻ. മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ലീനിയർ മോഷൻ. ഒരു സ്ട്രൈറ്റ് ലൈനിലുള്ള മോഷനെയാണ് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ്റെ 2 എക്സാമ്പിൾസ് പറയാനാണ് പറയുന്നത്. ട്രെയിൻ ഓൺ സ്ട്രൈറ്റ് ട്രാക്ക്. ഒരു സ്ട്രൈറ്റ് ട്രാക്കിലുള്ള ട്രെയിന്. ബലൂൺ മൂവിങ് അലോൺ ത്രെഡ്. ഒരു ത്രെഡിലൂടെ മൂവ് ചെയ്യുന്ന ബലൂൺ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ലീനിയർ മോഷന് എക്സാമ്പിളാണ്. അടുത്തത് ഡിഫൈൻ റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. മോഷൻ എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഗിവ് 2 എക്സാമ്പിൾ ഓഫ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷന് 2 എക്സാമ്പിൾ പറയുകയാണ്. സ്പിന്നിങ് ടോപ്പും എർത്ത്, റൊട്ടേറ്റിംഗ് എർത്തും. അടുത്തത് ഡിഫൈൻ സർക്കുലേഷൻ. സർക്കുലേഷൻ്റെ ഡെഫിനിഷനാണ് മോഷൻ അലോങ് എ സർക്കുലാർ പാത്ത്. ഒരു സർക്കുലാർ പാത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെയാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗിവ് 2 എക്സാമ്പിൾ ഓഫ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ്റെ 2 എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. ക്ലോക്കിൻ്റെ ഹാൻഡും അതുപോലെ തന്നെ ജിയൻ വീലും സർക്കുലാർ മോഷന് എക്സാമ്പിളാണ്. അടുത്തതാണ് ഡിഫൈൻ ഓസിലേഷൻ. ഓസിലേഷൻ്റെ എക്സാമ്പിളാണ് ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കുള്ള ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് ചോദിക്കുന്നത്. ദി പൊസിഷൻ വേർ ദി ഒബ്ജക്റ്റ് റിമെയിൻ സ്റ്റേഷനറി. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ട്, ഇത് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫൈൻ വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് ഓസിലേഷനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. വാട്ട് പ്രൊഡ്യൂസസ് സൗണ്ട്. ഏത് മോഷനാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക? വൈബ്രേഷൻ മോഷനാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഗിവ് 2 എക്സാമ്പിൾ ഓഫ് വൈബ്രേഷൻ. വൈബ്രേഷന് 2 എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പറയാം? ട്യൂണിംഗ് ഫോർക്കിൻ്റെ മോഷൻ പറയാം, റബ്ബർ ബാൻഡിൻ്റെ മോഷൻ പറയാം. അടുത്തത് വാട്ട് കോസസ് ഡേ ആൻഡ് നൈറ്റ്. അപ്പം ഡേയും നൈറ്റും ഉണ്ടാക്കുന്നത് എന്തിൻ്റെ മോഷൻ കാരണമാണെന്നാണ് ചോദിച്ചത്. റൊട്ടേഷൻ ഓഫ് എർത്ത്. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണമാണ് ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. ഈസ് ദി എർത്ത് അറ്റ് റെസ്റ്റ്. എർത്ത് റെസ്റ്റിലാണോ എന്നാണ് ചോദിക്കുന്നത്. നോ, ഇറ്റ്സ് മൂവ് അറൗണ്ട് സൺ ആൻഡ് റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ആക്സിസ്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അടുത്തത് വൈ ഡു വി സേ
എ ഫ്ലൈയിങ് ബേർഡ് ഈസ് ഇൻ മോഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പറക്കുന്ന പക്ഷി മോഷനിലാണെന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് ഓവർ ടൈം. കാരണം എന്താണ്? സമയത്തിനനുസരിച്ചിട്ട് ആ പക്ഷിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈ ഡസ് എ ഹൗസ് അപ്പിയർ അറ്റ് റെസ്റ്റ്? എന്തുകൊണ്ടാണ് ഒരു വീട് റെസ്റ്റിലാണെന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് റിലേറ്റീവ് ടു എർത്ത്. കാരണം എന്താണ്? ആ ഒരു വീടിൻ്റെ പൊസിഷന് സമയത്തിനനുസരിച്ചിട്ട് മാറുന്നില്ല. എർത്തിനെ നമ്മൾ റെഫറൻസ് ബോഡി ആക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല. ആർ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആക്ച്വലി മൂവിങ്? റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ശരിക്കും മൂവ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എർത്തിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട്. യെസ്, അലോങ് വിത്ത് ദി എർത്ത്. എർത്തിൻ്റെ കൂടെ അത് മൂവ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്സ് ഒക്കർ ഇൻ അവർ ബോഡി? വാട്ട് ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ഒക്കർ ഇൻ അവർ ബോഡി? നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇതൊക്കെയാണ്. വൈ ആർ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത്? ദേ സസ്റ്റെയിൻ ലൈഫ്. ജീവിതം നിലനിർത്താൻ എന്ത് വേണം? ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് വേണം. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എ സീസോ? ഒരു സീസോയിൽ എന്ത് ടൈപ്പ് മോഷനാണ് ഉണ്ടാവാറ്? ഓസിലേഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എ സ്ലൈഡർ? സ്ലൈഡറിലുള്ളതാണ് ലീനിയർ മോഷൻ. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ റൊട്ടേറ്റിംഗ് ഡിസ്ക്? ഏതാണ്? റൊട്ടേഷണൽ മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കേഴ്സ് ഇൻ സെക്കൻഡ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്? ഒരു ക്ലോക്കിൻ്റെ സെക്കൻഡ് ഹാൻഡിലുള്ളതാണ് സർക്കുലർ മോഷൻ. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എ പെൻഡുലം? പെൻഡുലത്തിലുള്ള മോഷൻ ഏതാണ്? ഓസിലേഷനാണ്. അടുത്തത് വാട്ട് ഈസ് നീഡഡ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്? ഒരു റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് അവിടെ അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അടുത്തത് വാട്ട് ഈസ് നീഡഡ് ടു സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ്? ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. ക്യാൻ ഫോഴ്സ് ചേഞ്ച് സ്പീഡ്? സ്പീഡ് ചേഞ്ച് ചെയ്യാൻ ഫോഴ്സിന് കഴിയുമെന്നാണ് ചോദിക്കുന്നത്. യെസ്. ക്യാൻ ഫോഴ്സ് ചേഞ്ച് ഡയറക്ഷൻ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ? യെസ്. ഗിവ് എൻ എക്സാമ്പിൾ വേർ ഫോഴ്സ് ചേഞ്ചസ് ഡയറക്ഷൻ? ഫോഴ്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനുള്ളൊരു എക്സാമ്പിൾ പറയാനാണ്. എന്താണ്? ഹിറ്റിംഗ് എ ഫുട്ബോൾ സൈഡ് വേ. ഒരു ഫുട്ബോൾ എന്ത് ചെയ്യുക? സൈഡിലോട്ട് അടിക്കുമ്പോൾ എന്ത് ചേഞ്ച് ചെയ്യും? ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അടുത്തത് ഗിവ് എൻ എക്സാമ്പിൾ വേർ ഫോഴ്സ് ഇൻക്രീസസ് സ്പീഡ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. കിക്കിംഗ് എ ബോൾ ഹാർഡർ. ഒരു ബോൾ ഹാർഡായിട്ട് അടിക്കുമ്പം എന്ത് ഇൻക്രീസ് ചെയ്യും? സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗിവ് എൻ എക്സാമ്പിൾ വേർ ഫോഴ്സ് ഡിക്രീസസ് സ്പീഡ്? അതായത് സ്പീഡ് കുറക്കുന്നതിന് ഒരു എക്സാമ്പിൾ പറയാനാണ് പറയുന്നത്. എന്ത് പറയാം? അപ്ലൈയിങ് ബ്രേക്ക് ഇൻ എ ബൈസിക്കിൾ. ഒരു ബൈസിക്കിളിൽ എന്ത് അപ്ലൈ ചെയ്യുക? ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ബൈസിക്കിൾ പെഡൽസ്? ബൈസിക്കിളിൻ്റെ പെഡലിൽ ഉണ്ടാവുന്ന മോഷൻ ഏതാണ്? സർക്കുലർ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ബൈസിക്കിൾ വീല്? ബൈസിക്കിളിൻ്റെ വീലിലുണ്ടാവുന്നത് ഏതാണ്? റൊട്ടേഷണൽ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ബൈസിക്കിൾ ചെയിൻ? ബൈസിക്കിൾ ചെയിനിലുണ്ടാവുന്നത് ലീനിയർ മോഷനാണ്. അടുത്തത് വാട്ട് ഈസ് റോൾ ഓഫ് ഗിയർ ഇൻ വെഹിക്കിൾസ്? വെഹിക്കിളിൽ ഗിയറിൻ്റെ റോൾ എന്താണ്? ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് സ്പീഡ്? സ്പീഡ് കൂട്ടാനോ കുറക്കാനോ ഹെൽപ്പ് ചെയ്യും. വാട്ട് ഹാപ്പൻ വെൻ എ ബിഗ് വീൽ റൊട്ടേറ്റ് എ സ്മോൾ വീൽ? ഒരു ബിഗ് വീല് സ്മോൾ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അടുത്തത് വാട്ട് ഹാപ്പൻ വെൻ എ സ്മോൾ വീൽ റൊട്ടേറ്റ് എ ബിഗ് വീൽ? ഒരു സ്മോൾ വീല് ബിഗ് വീലിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്പീഡ് ഡിക്രീസസ്. സ്പീഡ് കുറയും. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എ സ്പിന്നിങ് ടോപ്പ്? ഒരു സ്പിന്നിങ് ടോപ്പിൽ എന്ത് ടൈപ്പ് മോഷനാണ് ഉണ്ടാവുക? റൊട്ടേഷണൽ മോഷനാണ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ സ്പിന്നിങ് ടോപ്പ്? സ്പിന്നിങ് ടോപ്പിലുള്ള മോഷനാണ് റൊട്ടേഷണൽ മോഷൻ. അടുത്തത് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എർത്ത് റെവല്യൂഷൻ? എർത്ത് കറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷനാണ് സർക്കുലർ മോഷൻ. അടുത്തത് ഡിസ്ക്രൈബ് ബലൂൺ എക്സ്പെരിമെൻറ്റ് മോഷൻ? ബലൂൺ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള മോഷനാണ് ലീനിയർ മോഷൻ. ഡിസ്ക്രൈബ് ഐസ്ക്രീം ബോൾ എക്സ്പെരിമെൻറ്റ് മോഷൻ? അതാണ് റൊട്ടേഷണൽ മോഷൻ. അടുത്തത് ഡിസ്ക്രൈബ് വുഡൻ സ്കെയിൽ എക്സ്പെരിമെൻറ്റ് മോഷൻ? വുഡൻ സ്കെയിൽ എക്സ്പെരിമെൻറ്റിൽ സർക്കുലർ മോഷനാണ് കാണിച്ചത്. അടുത്തത് ഡിസ്ക്രൈബ് സ്റ്റോൺ ആൻഡ് ട്വിൻ എക്സ്പെരിമെൻറ്റ് മോഷൻ? സ്റ്റോൺ ആൻഡ് ട്വിൻ എക്സ്പെരിമെൻറ്റിൽ ഓസിലേറ്ററി മോഷനാണ് കാണിച്ചത്. അടുത്തത് വാട്ട് ഹാപ്പൻ വെൻ ഓസിലേഷൻ ബിക്കം ഫാസ്റ്റർ? ഓസിലേഷൻ ഫാസ്റ്റർ ആവുന്ന സമയത്ത് എന്താവും? വൈബ്രേഷൻ ആവും. ഇറ്റ് ബിക്കം വൈബ്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൈ ഡസ് എ ട്യൂണിംഗ് ഫോർക്ക് പ്രൊഡ്യൂസ് സൗണ്ട്? എന്തുകൊണ്ടാണ് ഒരു ട്യൂണിംഗ് ഫോർക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് പ്രോങ്സ് വൈബ്രേറ്റ്.
കാരണം എന്താണ്, അത് വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ്. ഹൗ ഡസ് വീണ പ്രൊഡ്യൂസ് സൗണ്ട്? വീണ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ വൈബ്രേഷൻ ഓഫ് സ്ട്രിങ്സ്, അതിൻ്റെ സ്ട്രിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ്. ഹൗ ഡസ് ചെണ്ട പ്രൊഡ്യൂസ് സൗണ്ട്? എങ്ങനെയാണ് ചെണ്ട സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ വൈബ്രേഷൻ ഓഫ് ഡയഫ്രം, അതിൻ്റെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ്. ഹൗ ഡസ് ഫ്ലൂട്ട് പ്രൊഡ്യൂസ് സൗണ്ട്? എങ്ങനെയാണ് ഫ്ലൂട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ വൈബ്രേഷൻ ഓഫ് എയർ, അതിൻ്റെ എയർ വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ്. അടുത്തത്, വാട്ട് ഈസ് ദി പാത്ത് ഓഫ് സർക്കുലാർ മോഷൻ കോൾഡ്? സർക്കുലാർ മോഷൻ്റെ പാത്തിന് നമ്മളെന്താണ് പറയുന്നത്? സർക്കുലാർ പാത്ത് എന്നാണ് പറയുന്നത്. അടുത്തത്, ഈസ് മോഷൻ പോസിബിൾ വിത്തൗട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ മോഷൻ സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. നോ, ഇല്ല. വൈ ഈസ് റെഫറൻസ് ബോഡി ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് റെഫറൻസ് ബോഡി ഇമ്പോർട്ടൻ്റ് ആയത്? ടു ഡിസൈഡ് മോഷൻ ഓർ റെസ്റ്റ്, ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റ് ആണോ എന്ന് നമുക്ക് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? റെഫറൻസ് ബോഡി വേണം. ഗിവ് ടു ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലുള്ള 2 ഒബ്ജക്റ്റിൻ്റെ പേര് പറയാനാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പറയാം? റോക്ക്, ട്രീ പറയാം. അടുത്തത്, ഗിവ് ടു മൂവിങ് ഒബ്ജക്റ്റ് ആണ് ഏതൊക്കെ? കാറ്, ബേർഡ്, ബസ്, അതൊക്കെ. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് വാക്കിംഗ് എന്ന് പറയുമ്പം ഏത് ടൈപ്പ് മോഷനാണ്? അതൊരു സ്ട്രൈറ്റ് പാത്തിലാണെന്നുണ്ടെങ്കിൽ അത് ലീനിയർ മോഷനാണ്. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് സീലിംഗ് ഫാൻ ഏത് ടൈപ്പ് മോഷനാണ്? റൊട്ടേഷണൽ മോഷനാണ്. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് മേരി ഗോ റൗണ്ട് ഏതാണ്? സർക്കുലർ മോഷനാണ്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഹാർട്ട് ബീറ്റ് എന്ത് മോഷനാണ്? റിതമിക് മോഷനാണ്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ബ്രീത്തിങ് ഏത് ടൈപ്പ് മോഷനാണ്? ഓസിലേറ്ററി മോഷനാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് റിതമിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റഡ് റെഗുലർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിതമിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മേക്ക് എ ബോൾ മൂവ്? ഒരു ബോൾ മൂവ് ചെയ്യാൻ കാരണം എന്താണ്? അപ്ലൈഡ് ഫോഴ്സ്, അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ക്യാൻ ഫോഴ്സ് ആക്ട് വിത്തൗട്ട് കോണ്ടാക്റ്റ്? ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ടോയ് ഫാൻ റോഡിലുള്ള മോഷൻ ഏതാണ്? റൊട്ടേഷണൽ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ടോയ് ഫാൻ സ്ട്രിങ്ങിലാണെന്നുണ്ടെങ്കിൽ ലീനിയർ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ടോയ് ഫാൻ ബ്ലേഡ്സിൽ റൊട്ടേഷണൽ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഇൻ എ സ്ട്രിങ് പാത്ത് കോൾഡ്? ഒരു സ്ട്രിങ് പാത്ത് വാട്ട് ഈസ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് പാത്ത് കോൾഡ്? ഒരു സ്ട്രൈറ്റ് പാത്തിലുള്ള മോഷനാണ് ലീനിയർ മോഷൻ. വാട്ട് ഈസ് ടു ആൻഡ് ഫ്രോ മോഷൻ കോൾഡ്? ടു ആൻഡ് ഫ്രോ മോഷനാണ് ഓസിലേഷൻ. വാട്ട് ഈസ് ക്വിക്ക് ടു ആൻഡ് ഫ്രോ മോഷൻ കോൾഡ്? പെട്ടെന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷന് എന്താണ് പറയുന്നത്? വേഗത്തിലുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. വാട്ട് കോസസ് ലൗഡ് സൗണ്ട് എന്താണ് ഉണ്ടാക്കുക? ഗ്രേറ്റർ വൈബ്രേഷൻ ആണ് ലൗഡ് സൗണ്ട് ഉണ്ടാക്കുക. വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മോഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഫോഴ്സ് ചേഞ്ചസ് മോഷൻ, ഫോഴ്സ് എന്ത് ചെയ്യും? മോഷനെ ചേഞ്ച് ചെയ്യും. അടുത്തത്, ഡസ് മോർ ഫോഴ്സ് പ്രൊഡ്യൂസ് മോർ സ്പീഡ്? കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് കൂടുതൽ സ്പീഡ് ഉണ്ടാക്കുമെന്നാണ് ചോദിച്ചത്. യെസ്. ഡസ് ലെസ് ഫോഴ്സ് പ്രൊഡ്യൂസ് ലെസ് സ്പീഡ്? കുറച്ച് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കുറച്ചാണോ പ്രൊഡ്യൂസ് ചെയ്യുക? യെസ്. വാട്ട് ഹാപ്പൻ ഇഫ് നോ ഫോഴ്സ് ആക്ട്? ഒരു ഫോഴ്സും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റ് റിമെയിൻ അറ്റ് റെസ്റ്റ് ഓർ കണ്ടിന്യൂസ് മോഷൻ. ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഒന്നുകിൽ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ നിൽക്കും. ഇനി മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ഹാൻഡ്സ് ഓഫ് വാൾ ക്ലോക്ക്? ഒരു വാൾ ക്ലോക്കിലുള്ള ഹാൻഡ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സർക്കുലർ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ഫുട്ബോൾ മൂവിങ് സ്ട്രൈറ്റിൽ മൂവ് ചെയ്യുന്ന ഫുട്ബോൾ ഉണ്ടാക്കുന്ന മോഷൻ ലീനിയർ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ വെൻ ഫുട്ബോൾ ഈസ് കിക്ക്ഡ് അപ്വാർഡ്? ഒരു ഫുട്ബോൾ മേലേക്ക് അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷൻ എന്താണ്? കേർവ്ഡ് മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എർത്ത് സറൗണ്ട് വെൻ ഫുട്ബോൾ ഈസ് കിക്ക്ഡ് അപ്വാർഡ്? ഒരു ഫുട്ബോൾ മേലേക്ക് അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷൻ എന്താണ്? കേർവ്ഡ് മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ എർത്ത് എറൗണ്ട് സൺ? സൂര്യന് ചുറ്റും ഭൂമി ഉണ്ടാക്കുന്ന മോഷൻ ഏതാണ്? സർക്കുലർ മോഷനാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ ഗാലക്സിയിലുള്ള മോഷൻ ഏതാണ്?
കോംപ്ലക്സ് മോഷനാണ്. ആർ ഓൾ ഒബ്ജക്റ്റ് ഇൻ യൂണിവേഴ്സ് മൂവിങ്? ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്. വാട്ട് ഹെൽപ്സ് മെഷീൻ ട്രാൻസ്ഫർ മോഷൻ? മെഷീൻസിൽ മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബെൽറ്റ്, ഗിയർ, ആക്സൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് വാട്ട് ഈസ് ഡൈനാമിക് വേൾഡ്? എന്താണ് ഡൈനാമിക് വേൾഡ്? എ വേൾഡ് വേർ എവറിത്തിങ് ഈസ് മൂവിങ്. എല്ലാം മൂവ് ചെയ്യുന്ന ആ ഒരു വേൾഡിനെയാണ് നമ്മൾ ഡൈനാമിക് വേൾഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മോഷൻ ഒക്കർ ഇൻ റൊട്ടേറ്റിംഗ് ഡിസ്ക് ഇൻ പാർക്ക്? പാർക്കിലുള്ള റൊട്ടേറ്റിംഗ് ഡിസ്ക് ഉണ്ടാക്കുന്ന മോഷൻ റൊട്ടേഷണൽ മോഷനാണ്. വൈ ഈസ് ഫോഴ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് എ ബോൾ? ഒരു ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ടാണ് ഫോഴ്സ് ആവശ്യമായിട്ട് വരുന്നത്? ടു ഒപ്പോസ് ഇറ്റ്സ് മോഷൻ. അതിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ കോമ്പസ് ഡ്രോയിങ് സർക്കിൾ? ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് ആ കോമ്പസ് ഉണ്ടാക്കുന്ന മോഷൻ എന്താണ്? സർക്കുലാർ മോഷനാണ്. വാട്ട് ഹാപ്പൻ വെൻ ചെയിൻ മൂവ് ഇൻ ബൈസിക്കിൾ? ബൈസിക്കിളിൽ ചെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്ഫർ മോഷൻ ടു വീൽസ്. മോഷൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? വീൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്തത് വാട്ട് ഈസ് മോഷൻ ഓഫ് പ്രോങ്സ് ഇൻ ട്യൂണിംഗ് ഫോർക്ക്? ട്യൂണിംഗ് ഫോർക്കിലുള്ള പ്രോങ്സ് ഉണ്ടാക്കുന്ന മോഷനാണ് വൈബ്രേഷൻ. വാട്ട് കൈൻഡ് ഓഫ് മോഷൻ പ്രൊഡ്യൂസസ് മ്യൂസിക്? മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഷനാണ് വൈബ്രേഷൻ. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ റബ്ബർ ബാൻഡ് വെൻ പ്ലക്ക്ഡ്? റബ്ബർ ബാൻഡ് വലിച്ചത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷനാണ് വൈബ്രേഷൻ. വൈ ഡസ് എ സ്വിങ് റിട്ടേൺ ടു സെൻറ്റർ? എന്തുകൊണ്ടാണ് ഒരു സ്വിങ് അതിൻ്റെ സെൻറ്ററിലേക്ക് തിരിച്ചു പോകുന്നത്? ബിക്കോസ് ഇക്വിലിബ്രിയം പൊസിഷൻ പുൾസ് ഇറ്റ് ബാക്ക്. കാരണം എന്താണ്? ബിക്കോസ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ത് ചെയ്യും? അതിനെ ബാക്കോട്ടേക്ക് വലിക്കുന്നത് കാരണം. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ സീസോ? സീസോയിലുള്ള മോഷനാണ് ഓസിലേഷൻ. വാട്ട് ഈസ് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഓസിലേഷൻ ആൻഡ് വൈബ്രേഷൻ? എന്താണ് ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള വ്യത്യാസം? വൈബ്രേഷൻ ഈസ് ഫാസ്റ്റ് ഓസിലേഷൻ. ഫാസ്റ്റായിട്ട് ഓസിലേഷൻ നടക്കുന്ന സമയത്താണ് എന്തുണ്ടാക്കുന്നത്? വൈബ്രേഷൻ ഉണ്ടാകുന്നത്. വൈ ഈസ് മോഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്? എന്തുകൊണ്ടാണ് മോഷൻ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയത്? ലൈഫ് ഡിപ്പെൻഡ് ഓൺ റിതമിക് മൂവ്മെൻറ്റ്. കാരണം എന്താണ്? ലൈഫ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലുള്ള റിതമിക് മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഒക്കർ ഇൻ മാരി ഗോ റൗണ്ട് സീഡ്സ്? മാരി ഗോ റൗണ്ട് സീഡ്സിൽ ഏത് മോഷനാണ് ഉണ്ടാകുന്നത്? സർക്കുലാർ മോഷനാണ്. വാട്ട് ഡിറ്റർമൈൻ വെദർ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്? ഒരു ഒബ്ജക്റ്റ് മൂവിങ്ങിലാണോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ചേഞ്ച് ഇൻ പൊസിഷൻ റിലേറ്റീവ് ടു റെഫറൻസ് ബോഡി. റെഫറൻസ് ബോഡി എടുക്കുന്ന സമയത്ത് എന്ത് ചേഞ്ച് ചെയ്യും? പൊസിഷൻ ചേഞ്ച് ചെയ്യും. അടുത്തത് സമ്മറൈസ് ദി റോൾ ഓഫ് ഫോഴ്സ് ഇൻ മോഷൻ. ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മൂവ്, സ്റ്റോപ്പ്, ചേഞ്ച് സ്പീഡ് ആൻഡ് ചേഞ്ച് ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പം ഫോഴ്സ് എന്തിനൊക്കെ ആവശ്യമാണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ എന്താവശ്യമാണ്? ഫോഴ്സ് ആവശ്യമാണ്.